തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. കുട്ടി സാറേ, അച്ഛമ്മ വീട്ടിലില്ല, ഇപ്പൊ പുറത്തു പോയിരിക്കുക. നമസ്കാരം. നിലാക്കുട്ടി, ഇത് മോളുടെ അമ്മയല്ലേ? ആ, നമസ്കാരം നമസ്കാരം നമസ്കാരം. ഇരിക്കെ ഇരുന്നാട്ടെ. ശരി, ഹണി എവിടെ? മോളിലുണ്ട്. ഹണി, ഹണി. അതാരാ? നിങ്ങൾ വീട്ടിൽ വളർത്തുന്ന ഡോഗാണോ? എന്തു പറ്റി? എന്താ ചിരിക്കുന്നത്? ഹണി എന്ന് പറഞ്ഞ ഡോഗല്ല, എന്റെ മുതുമുത്തശ്ശിയുടെ പേരാ. അയ്യോ, മുതുമുത്തശ്ശിയുടെ പേര് ഹണി എന്നാണോ? ഐ എം സോറി. ഞാൻ ഡോഗ് എന്ന് പറഞ്ഞു പോയി. സാരമില്ല, പോട്ടെ. ഹണി ഈസ് കമ്മിങ്. ദാ വരുന്നുണ്ടില്ലേ? മോള് ഞാൻ നിലയുടെ അമ്മ. അതെയോ? ഇരിക്കും. ഓ, ആ മഹാലക്ഷ്മി മോളാണല്ലേ? മോളെ പറ്റി ഞങ്ങൾ എപ്പോഴും പറയും. നിന്റെ മോളയെ നീ നന്നായിട്ടാ വളർത്തുന്നേ. സുഖിപ്പിക്കാൻ പറയുന്നതല്ല, നല്ല മിടുക്കി കുട്ടിയാ. മുത്തശ്ശി, ഞാൻ അത് പറയാനാണോ വിളിച്ചേ? പിന്നെ എന്തിനാടാ എന്നെ വിളിച്ചേ? മുത്തശ്ശി, ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റ് മാർക്ക് മേടിച്ചിരിക്കുക. ഇത് ഏപ്രിൽ മാസം അല്ലടാ, ഏപ്രിൽ ഫുൾ ആക്കാനായിട്ട്. നീ വേറെന്തെങ്കിലും പറയേ. അയ്യോ അല്ല, സത്യമായിട്ടും കവൻ ക്ലാസ് ടെസ്റ്റിൽ ഫുൾ മാർക്ക് വാങ്ങിയിട്ടുണ്ട്. ആ സത്യമാണോ? അതും മോള് പറഞ്ഞത് കൊണ്ട് ഞാൻ വിശ്വസിക്കുക. കവിൻകുട്ടാ, നീ പറഞ്ഞതുപോലെ ചെയ്ത് കാണിച്ചല്ലോടാ. അത്ഭുതമായിരിക്കുന്നു. നീ ക്ലാസ്സിൽ ഫസ്റ്റ് ആയോ? അതെ മുത്തശ്ശി. ആദ്യ ഷോക്കൊന്ന് കുറയ്ക്ക്. അതിനൊക്കെ കാരണക്കാരി വരാ. ആ സന്തോഷമായ കാര്യം പങ്കുവെക്കണം. വീട്ടിലെ മറ്റുള്ളവർക്ക് എന്ത്? അച്ഛനെന്തോ സ്കൂളിൽ വന്നെ വിളിക്കാൻ വരാഞ്ഞത്? അറിയില്ലല്ലോ കുട്ടാ, നിന്നെ വിളിക്കാൻ പോലും വരാതെ അവൻ ഇത്രക്കെന്താ അത്യാവശ്യ ജോലി? നമസ്കാരം സർ. നിങ്ങള് നിലയുടെ അമ്മയാണോ? അതെ സർ, ഞാൻ തന്നെയാ. ആ, വാ ഇരിക്ക്. നിലാമോളെ ഇരിക്ക്. വല്യച്ഛാ, ഇന്ന് ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റ് മാർക്ക് വാങ്ങിച്ചതാ. ആ, ദാ ഇവരാ പറഞ്ഞത്. പാട്ട് പോലെ പാഠം പഠിച്ചാ ഓർമ്മയിൽ നിൽക്കുന്ന്. അങ്ങനെ ചെയ്തിട്ടാ ഞാൻ ഫസ്റ്റ് മാർക്ക് വാങ്ങിച്ചത്. നിനക്ക് ഫസ്റ്റ് കിട്ടിയെന്നോ? അതെ, വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കാണിക്ക് കവിൻ. കണ്ടിട്ടെങ്കിലും ഒന്ന് വിശ്വസിക്ക്. കണ്ണാടി വെച്ചല്ലോ അല്ലേ? നന്നായി സൂക്ഷിച്ചു നോക്ക്. ശരിയാണല്ലോടാ, നീ ഫസ്റ്റ് മേടിച്ചല്ലേ? വെരി ഗുഡ്. കോപ്പി അടിച്ചു മാർക്ക് വാങ്ങിട്ട് റീൽ വിടുവായിരിക്കും. വെല്ലച്ചാ, അച്ഛൻ നിന്ന് സ്കൂളിൽ തന്നെ വിളിച്ചോണ്ട് വരാൻ വന്നില്ല. അതുകൊണ്ടാ ഇവരെന്നെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞത്. വീട്ടിൽ കൊണ്ട് വിടാന്ന് പറഞ്ഞ് ഇവരെന്നെ സ്കൂട്ടറിൽ കൂട്ടിക്കൊണ്ടു വന്നതാ. സ്കൂട്ടറിൽ പോവാൻ നല്ല സുഖാണ് വലിച്ചാ. നീ കൊള്ളാലോ, ക്ലാസ് ടെസ്റ്റിൽ ഫസ്റ്റ് മാർക്ക് വാങ്ങിയല്ലേ? നീ ലെവൽ അങ്ങ് മാറിപ്പോയി.
സത്യത്തില് നീ കവിനാണോ വേറെ ആളാണോ എന്ന് എനിക്ക് സംശയം വരെ വന്നുപോയി. സാർ, എല്ലാ കുട്ടികളും ടാലന്റഡ് ആയ കുട്ടികളാ സാർ. അവരെങ്ങനെയാണത് പഠിക്കുന്നത്, എങ്ങനെയാ മനസ്സിലാക്കുന്നതെന്നുള്ളതിലാ കാര്യം. പഠിപ്പിന് വല്ലാതെ സീരിയസ് ആയിട്ട് എടുത്താ പേടിയാ വരാ. പേടി വന്നാ പരിഭ്രമിക്കും. അപ്പൊ നമ്മള് പഠിച്ചത് മറക്കും. അതേസമയം ജോളിയായിട്ട് പഠിച്ച് ഒരുപാടങ്ങ് സീരിയസ് ആയിട്ട് പോവാതെ ഫണ്ണായിട്ട് പഠിച്ചെന്ന് വെച്ചാ തീർച്ചയായിട്ടും പഠിച്ചത് ഓർമ്മ നിൽക്കും. നീ പറഞ്ഞ ശരിയാ മോളെ. കവിന്റെ പ്രശ്നം എന്താന്ന് എനിക്ക് മനസ്സിലായി. പറഞ്ഞു കൊടുത്തു. കവിൻ തന്നെ പഠിച്ചെഴുതി. അതാ ഇന്ന് ഫുൾ മാർക്ക് വാങ്ങിയത്.